മലപ്പറമ്പ് സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂൾ ഏതാണ്ട് റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഒരു സമ്മർദ്ദത്തിൽ പൂട്ടാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് അതിനകത്ത് പ്രതികരണമൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇന്നും അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അതെന്താ അതിനൊരു കുഴപ്പം സംഭവിച്ചില്ല? അതായത് അത് അന്ന് പിന്നെ സ്കൂൾ മാനേജർ 2014 അത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് അന്നത്തെ ഗവൺമെന്റ് കൊടുത്തു. അപ്പം അത് നമ്മൾ നിയമസഭയിലൊക്കെ ഉന്നയിച്ചു. അപ്പോൾ അത് റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായി സ്ഥലമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അത് പുനഃപരിശോധിക്കാമെന്ന് നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് മാനേജർ അതിനിടയിൽ തന്നെ അത് ബുൾഡോസർ വെച്ച് തകർത്തു. അപ്പം നമ്മളെല്ലാം കൂടി അവിടെ സമരം ആരംഭിച്ചു. അങ്ങനെ ആ സമരത്തിനെ തുടർന്നത് കോടതിയും കേസൊക്കെ ആയിട്ട് കുറേ നിന്നിരുന്നു. ഒടുവിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ അത് ആ സ്കൂൾ ഏറ്റെടുത്തു. രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തന്നെ 5-6 കോടി രൂപ അതിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ നല്ല വിലയുള്ള സ്ഥലമല്ലേ, ഏറ്റെടുക്കാൻ ചിലവായി. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും എല്ലാം ചേർന്നുകൊണ്ട് അത് ആ സ്കൂളിൽ നല്ല മികച്ച നിലയിലാണ് അതിൻ്റെ കെട്ടിടമൊക്കെ മനോഹരമായ ചെറിയ സ്പേസ് ആണെങ്കിലും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ഫിനിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പം അതിൻ്റെ അവസാനം ലാൻഡ്സ്കേപ്പിംഗ് ആ ഏരിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഇപ്പോൾ തീർക്കാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വിചാരിച്ച 2 മാസം കൊണ്ട് ജോലി ചെയ്തു. പക്ഷേ അതിന് കുറേ ഇടയിൽ ഡിലേ വന്നു. മെയിൻ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ ചെറിയ പണി, മുമ്പിൽ ഒരു ഗേറ്റ് വേ ഉണ്ട്, അതൊക്കെ ചെയ്യാനത് താമസം എടുത്തു. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള താമസം. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അത് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് MLA യുടെ ഓഫീസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.